തീരുമാനിച്ചാൽ പോലെ മനസ്സിലായില്ല. അത് ഗീത തീരുമാനിക്കണം. ഗീത മുസ്ലിം ആണോ ഹിന്ദു ആണോ ഗീത തീരുമാനം. അവളും ഹിന്ദു അല്ലേ, അവള് മാത്രം നിൽക്കട്ടെ. അത് മുസ്ലിംകാരെ ഇങ്ങനെ ഒത്തുപിടിക്കണം ഗീത മുസ്ലിം ആണെന്ന്. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഇപ്പം ഇന്ത്യ ലോകം നോക്കുകയാണെങ്കിൽ ഇന്ത്യ നോക്കുകയാണെങ്കിൽ കുറച്ച് മുസ്ലിങ്ങളുള്ളൂ. അപ്പം അതിനനുസരിച്ച് നിൽക്കുക. ഞങ്ങൾ പള്ളിത്തരും, ഹിന്ദുക്കൾ പള്ളിത്തരും. ഞാൻ ഹിന്ദു നമുക്ക് അറിയാനല്ലേ 8 കൊല്ലം പള്ളിക്ക് പോയിട്ട്. അത് മാത്രമല്ല ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ്. എന്നെ കണ്ടാൽ തന്നെ ഹിന്ദു കള്ളുടിയാണ്, മൊഴി കൂടിയാനാണ്, കള്ളുടിയാനാണ് ഹിന്ദു എന്നറിയാം. ഞാൻ ചോദിക്കാനും പറയാൻ നിൽക്കരുത്. അതിനെ പണി കൊടുക്കാനും പള്ളാനും അറിയാം എനിക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ അതിന് ചുറ്റുപാട് നടക്കുക, അതിന് ചുറ്റുപാട് നടക്കുക, കാര്യങ്ങൾ നടക്കുക. ഞാൻ ബി ജെ പിക്കാരനല്ല, മുത്ത് പൊന്നു മക്കളെ മുസ്ലിം ലീഗരെ. ഞാൻ ബി ജെ പിക്കാരൻ, പൊന്നു മക്കളെ മുസ്ലിം ലീഗ്, പൊന്നു മക്കളെ മാപ്പാക്കണം പൊന്നു മക്കളെ. ഞാൻ ബി ജെ പിക്കാരനാണ്. ഞാൻ ഇതിൻ്റെ സ്ഥലം ജീവിച്ചോട്ടെ. നിങ്ങളിത് എൻ്റെ കാര്യം നോക്കണേ. ഞാൻ മരിക്കുക ചാവ, ഇത് ചെറിയൊരു ശരീരമാണ്, പോയി പോത്ത് ആടുള്ള ശരീരമാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ പെണ്ണിട്ട് ജീവിക്കും. നിങ്ങൾക്ക് എന്താ പരാതി? ഒരു മനുഷ്യൻ്റെ ഒരു പെണ്ണിട്ട് ജീവിക്കണേന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം ഞാൻ പണി കൊടുക്കും. ഇനി കത്തൊക്കെ നടക്കും. എന്താ കാരണം വെച്ചാൽ വർഗീയത വരാൻ പോകണേ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുത്തും വെട്ടും കത്തൊക്കെ നടക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട്. ഞങ്ങൾ ലോകം ഭരിക്കുന്ന ഞങ്ങളാണ്, ബി ജെ പിക്കാരല്ല. ലോകം ഭരിക്കുന്ന കുറച്ച് ആൾക്കാരാണ്, പക്ഷെ മുസ്ലിങ്ങൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പണിത്തരും, മനസ്സിലായില്ലേ? അപ്പോൾ അത് മനസ്സിലാക്കി ചുമ്മാ നിൽക്കുക. അല്ലെങ്കിൽ കയ്യും കാലും കെട്ടി നിങ്ങൾ ഇവിടെ ഇങ്ങനെ പിരാന്ത് കളിച്ച് പിരാന്തായിരിക്കും നാടൻ കളിച്ച് കാര്യമില്ല. നിങ്ങൾക്ക് തിന്നാൻ വേണ്ടേ? ഞങ്ങൾ ഉണ്ടായി തരണ്ടേ? തിന്നാൻ പോകുമ്പോൾ ഞങ്ങൾ കൊന്നിടും ചെയ്യും, മനസ്സിലായില്ലേ? സംസാരം രീതികൾ സ്മാർട്ട്നെസ് ഒന്നും വേണ്ട. അപ്പോൾ തന്നെ ഓവറായിട്ട് എക്സസൈസൊക്കെ ചെയ്ത് നല്ല പടത്തിൽ നടക്കണം. അമ്പലത്തിലൊക്കെ പോകണം, എല്ലാം പടത്തിൽ നടക്കണം. അല്ലെങ്കിൽ പിടിച്ച് കുത്തുമായിരുന്നു, മനസ്സിലായില്ലേ? പിടിച്ച് കുത്തുമായിരുന്നു, കത്തിരുത്താണ്ട് പിടിച്ച് കുത്തുമായിരുന്നു, മനസ്സിലായില്ലേ? എൻ്റെ സ്വഭാവം നേരത്തെ അല്ല ഞാൻ പറയാറുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ വലിയ പിരാന്തനാണ്. പല ലോകം കണ്ട് വന്നാണ്, മനസ്സിലായില്ലേ? ഇന്ത്യ മാത്രമല്ല, ലോകത്ത് പല രാഷ്ട്രങ്ങളും എനിക്ക് ബന്ധമുള്ളതാണ്. ഇന്ത്യ മാത്രമല്ല, പല രാഷ്ട്രങ്ങൾ. എനിക്ക് ഇന്ത്യയിൽ നക്കാപ്പിച്ച വേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ പുറത്തു നമുക്ക് പോകണം. ബി ജെ പി ചേരാ. അതിന് മനസ്സിലായി ലോകം ഭരിക്കുന്ന ക്രിസ്ത്യാനികളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പണിത്തരും, മനസ്സിലായില്ലേ? മുസ്ലിങ്ങൾ കുറച്ചുള്ളൂ. മുസ്ലിങ്ങൾ അതിനനുസരിച്ച് മര്യാദ നിൽക്കും. അല്ലെങ്കിൽ കത്തി കയറുന്ന അർത്ഥം, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ മതി. അല്ലെങ്കിൽ പള്ളക്ക് കത്തി കയറും, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കല്ലേ? പള്ളിക്ക് പോകാൻ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല, അമ്പലത്തിൽ പോകേണ്ടി വരും. അതിന് മെമ്പർഷിപ്പ് ഞാൻ തരാമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞില്ലേ? മെമ്പർഷിപ്പ് തരുമെന്ന് പറഞ്ഞില്ലേ? മെമ്പർഷിപ്പ് തരും. അതിന് മര്യാദക്ക് നടക്കണം, മര്യാദക്ക് രീതിയിൽ ചെയ്യണം. അതിനൊക്കെ ചെയ്താലേ മെമ്പർഷിപ്പ് വരുള്ളൂ. ഞാനിപ്പറ്റി സംസാര രീതികൾ സ്റ്റാർട്ടൊന്നും വേണം. ഇവിടെ കുളിച്ച കേസാണ്, ട്രെയിനിൽ നിന്ന് വെള്ളം വിട്ട കേസാണ്. ഇതിന് മുമ്പ് കുറേ ഫേസ്ബുക്ക് കണ്ട കേസാണ്, യൂട്യൂബ് കണ്ട കേസ്, കുറേ മൊബൈൽ മോഷ്ടിച്ച കേസ്. ചെറുമുഖത്തിൻ്റെ 33 മൊബൈൽ മുനീർ മോഷ്ടിച്ച് തല വെട്ടണം. പല ആൾക്കാരും മോഷ്ടിച്ച കേസ്. റിയാസ് കേസ് എന്നെ കൊല്ലാൻ നോക്കി, എൻ്റെ അനിയനെ കൊല്ലാൻ നോക്കി. അവന് കേസ് അവനെ കൊല്ലാനുള്ളതാണ്. അവന് കൊല്ലാൻ വിധിച്ചാണ്. റിയാസിനെ കൊല്ലാൻ നോക്കി, അവനെ കൊല്ലാൻ വിചാരിച്ച. അവന് കേസില്ല. മുസ്ലിം ലീഗർ പറഞ്ഞാണ് റിയാസിനെ കൊല്ലാൻ. അവന് പോകും. തൂക്കാരെ വിധിച്ചാൽ അവന് ഇറച്ചിയാക്കാനും വിചാരിച്ചാൽ റിയാസ് എന്തായാലും ഇട്ടിട്ട് ഇറച്ചിയാക്കാനായിട്ട് ചുട്ടുന്നാൻ വിചാരിച്ചാണ്. ഞാൻ പണി കൊടുക്കും. ഞാൻ പണ്ണൂല. ഞാൻ വലിയ പണ്ണ ആളല്ലേ? അപ്പോൾ ട്രംപിനെ വരെ പണിയതാണ്, ട്രംപിനെ കൊന്നിട്ടതാണ്. പിന്നെ എന്നോട് ചോദിക്കാൻ എന്താ? റിയാസ് ചെറിയൊരു നയാ പൈസ സമ്പാദിക്കാതെ ചെറിയ പിച്ചക്കാരന്. അവനെ കൊല്ലാൻ പിച്ചക്കാരൻ ഇറച്ചിയാക്കി തിന്നാൽ അത്രേ ഉള്ളൂ. ഒരു കോഴിക്കാട്ടിക്ക് പോകണം ഇറച്ചി അത്രേ ഉള്ളൂ. കോഴിക്കാട്ടിയിലെ ബീഫോ മട്ടണോ തിന്നണം അത്രേ ഉള്ളൂ. എനിക്ക് അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ തീരുമാനമാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ മനസ്സിലായി? ഇനി കൂടുതൽ പണം നിൽക്കരുത്. ആ പണിത്തരും, മനസ്സിലായില്ലേ? മര്യാദക്ക് മട്ടത്തിൻ്റെ രീതിയിൽ നടക്കാൻ ബി ജെ പിക്കാർ പറഞ്ഞ മാതിരി കേൾക്കാതെ അല്ലെങ്കിൽ ഞങ്ങൾ പണിത്തരും. ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളൂ. ഞങ്ങൾ കൂടുതൽ ആൾക്കാരുണ്ട്. ഞങ്ങളൊരു ഫോണും കാളും വന്നപ്പോൾ അടുക്കി വെട്ടും കുത്തുന്ന ആയായിട്ടും വരും, മനസ്സിലായില്ലേ? വെട്ടും കുത്തുന്ന ഇറച്ചിയായി ചുട്ടുകായിരിക്കും, മനസ്സിലായില്ലേ? മര്യാദക്ക് നടക്കാൻ മര്യാദക്ക് നടക്കുക. മര്യാദക്ക് നടക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പണിത്തരും, കൊന്നിടുവാൻ.